സുഭാഷിതം. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം. രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. And the king will answer and say to them, Assuredly I say to you, inasmuch as you did it to one of the least of these my brethren, you did it for me. 25-ാം അധ്യായത്തിന്റെ 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ യേശു അന്തിമ ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കുന്നതായി കാണുന്നു. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് 31-ാം വാക്യം വായിക്കുന്നു. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. രാജാവ് സിംഹാസനത്തിലിരുന്ന് കൂടി വന്ന ജനങ്ങളെ ഒരു ഇടയൻ കോലാടുകളെയും ചെമ്മരിയാടുകളെയും വേർതിരിക്കുന്നത് പോലെ 2 ഗ്രൂപ്പായിട്ട് വേർതിരിക്കും. ചെമ്മരിയാടുകളെ നീതിമാന്മാർക്ക് പ്രതിനിധാനം ചെയ്യുന്നത് അവരെ വലത്തുഭാഗത്ത് നിർത്തുന്നു. നീതികെട്ടവരെ പ്രതിനിധീകരിക്കുന്ന കോലാടുകളെ ഇടത്തുവശത്തും നിർത്തുന്നു. യേശു മാതൃയാക്കി പഠിപ്പിച്ച പ്രവൃത്തികളെയാണ് തേജസ്സിന്റെ സിംഹാസനത്തിൽ താൻ രാജാവായി ഇരിക്കുമ്പോൾ സ്ഥിരീകരിക്കുന്നത്. 34-ാം വാക്യം വായിക്കുന്നത്, രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എന്തുകൊണ്ടാണ് അവർ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ ഇടയായത് എന്ന് അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. വലത്തുള്ളവർക്ക് എന്തുകൊണ്ടാണ് നീതിമാന്മാർ എന്നുള്ള പേര് ലഭിച്ചത്? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് ദൈവവചനം പറയുന്നു. പിന്നെ എങ്ങനെയാണ് അവർക്ക് നീതിമാന്മാർ എന്നുള്ള പേര് ലഭിച്ചത്? റോമർ 3:23 പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുകയും ചെയ്ത ഈ നീതിമാന്മാർ യേശു പഠിപ്പിച്ച കൽപ്പനകൾ പ്രമാണിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തു. രാജാവ് അവരെക്കുറിച്ച് പറയുന്നത്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. യേശുവിന് വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തതായി നീതിമാന്മാർക്ക് ഓർമ്മയില്ല. അവർ ചോദിക്കുന്നു, ഈ വക പ്രവർത്തനങ്ങൾ ഞങ്ങൾ എപ്പോൾ അങ്ങയ്ക്ക് വേണ്ടി ചെയ്തു എന്ന്. അതിന് മറുപടിയായി രാജാവ് പറയുന്നത്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന്. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരെന്ന് മത്തായി ഉദ്ദേശിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനെ അനുഗമിക്കുന്നവരെ കുറിച്ചാണെന്ന് മറ്റ് ചില റഫറൻസുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. മത്തായി 10:42 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ മനുഷ്യനെയും സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാത്തവനെ ചേർത്തുകൊണ്ട് രോഗികൾക്കും പീഡിതർക്കും നാം ആശ്വാസമായിരിക്കുന്നുവെങ്കിൽ യേശുവിൽ വിശ്വസിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കുകയും അതനുസരിച്ച് ജീവിക്കുന്ന നമ്മളോടും കർത്താവ് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. God bless you all with these words. നിന്നിൽ ചേർന്നു ജീവിക്കുവാൻ നല്ല മുന്തിരി വള്ളിയാം, നിന്നിൽ ചേർന്നു ജീവിക്കുവാൻ അധികം ഞാൻ ഫലം തരുവാൻ ചെത്തി എന്നെ